എൻ്റെ ഉയിരാണ് ഈ കൺമണി. ഇതിനെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ കൈവിട്ട് പോയാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കുറേ കാലങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഒത്തിരി കാലമായി. എവിടെയായിരുന്നു? ഞാൻ തൊടുപുഴ അങ്ങനെ കട്ടപ്പനയൊക്കെ ഏരിയയിലായിരുന്നു. കൺമണിക്ക് എന്നാണ്ട് വാർത്തകൾ? കൺമണിക്ക് വാർത്ത എന്ന് പറഞ്ഞാൽ കൺമണി കുളിച്ചു, കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു, ചോറുണ്ടു, പിന്നെ പാലൊക്കെ കഴിച്ചു. ഞങ്ങൾ കണ്ടത്തിൽ പോയി കുളിച്ചും മെനഞ്ഞ് കയറി ഉറക്കമൊക്കെ കഴിഞ്ഞ് കയറി വരുന്ന ഭാഗമൊക്കെ കാണാം. ഇനി വൈകുന്നേരത്തേക്ക് അവക്കുള്ള ഭക്ഷണമാണ് ഇത്, കോഴിക്കാല്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ റീൽസ് കണ്ടിട്ട് കുറേ അധികം ആൾക്കാർ രാമൻ്റെയും കൺമണിയുടെയും വീഡിയോ വീണ്ടും ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺമണിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത്? കൺമണിനെ ഞാൻ എൻ്റെ ഉയിരാണ് ഈ കൺമണി. ഇതിനെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ കൈവിട്ട് പോയാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇതിനെ എവിടെ നിന്ന് കിട്ടിയതാ? ഇതിനെ എരുമേലിയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഓടയിൽ നിന്ന് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് കിട്ടിയതിൻ്റെ പേരിലാണ് കണ്ണ് തുറന്നത്. എൻ്റെ പെട്ടിക്കകത്തിരുന്ന കണ്ണ് തുറക്കണം. അതുകൊണ്ട് കണ്ണ് തുറന്നപ്പം ഒരു പേര് മേളിരിക്കുന്ന പുള്ളി തീരുമാനിച്ചു, ഞാനങ്ങ് ഇട്ടു കൺമണി. ഈ കൺമണിയെ കൊണ്ട് എവിടെയൊക്കെ പോകും? കൺമണിനെ കൊണ്ട് ആലുവ, പെരുമ്പാവൂര്, പിന്നെ കരിങ്കുന്നം, നെല്ലാപ്പാറ, പാല, ഈരാറ്റുപേട്ട എല്ലായിടത്തോടും പോകും. ഈ സ്ഥലത്തോടെയൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ പോണേ? ഞാൻ ചെരുപ്പ്, ബാഗ്, കുട ഒരേ വീട് കയറി നന്നാക്കി കൊടുത്ത് അങ്ങ് പോകും. വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി കള്ളു കൊടുക്കും. കൺമണിക്ക് കള്ളു കൊടുക്കില്ല. കൺമണിക്ക് മദ്യമില്ല, കൺമണിക്ക് ഭക്ഷണം. ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കോ? എന്നെ വേണേൽ വെച്ചു കൊടുക്കും. ബിരിയാണിയോ ഇറച്ചിയോ എൻ്റെ പൈസ കിട്ടുമ്പോൾ. ഈ കൺമണിക്ക് ഞങ്ങളെന്തെങ്കിലും കൊടുത്താൽ കഴിക്കുമോ? കഴിക്കില്ല. ആരും കൊടുത്താലും കഴിക്കില്ല. ഇപ്പോൾ എങ്ങോട്ടാ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആദ്യ വീഡിയോയിൽ ഞാൻ കൺമണി ഇങ്ങനെ വഴിസൈഡിൽ ഇതുപോലെ സൈക്കിളിലിരിക്കുന്ന കണ്ട ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്തു നോക്കി. എന്നിട്ടോ കൺമണി കഴിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അതവിടെ ഇരുന്നു. അത് രാമൻ വന്നപ്പോൾ രാമൻ വീണ്ടും കൊടുത്തു, കൺമണി കഴിച്ചു. അത് എൻ്റെ പട്ടിക്ക് ഭക്ഷണം ഞാൻ കൊടുക്കാണ്ട് വേറെ ആര് കൊടുത്താലും കഴിക്കില്ല. ഈ പകലിവനും കിടന്നുറങ്ങിയിട്ട് രാത്രി രാമന് കാവലിരിക്കും. അതാണ് എൻ്റെ കാര്യം. ഇപ്പോഴും ഓർക്കാറില്ലെന്ന് നോക്കി. അല്ല അടിപ്പനായിട്ടത് എൻ്റെ കൺമണി എൻ്റെ പെട്ടിക്കകത്തേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇറക്കണില്ല. ഇല്ല. അപ്പോൾ മഴയൊക്കെ ആയിട്ട് നമ്മുടെ ബിസിനസ്സൊക്കെ പോകണ്ടോ? നന്നായിട്ട് ബിസിനസ് അത്യാവശ്യമൊക്കെ നടക്കണ്ട. കള്ളു കുടിക്കാനുള്ള കാര്യം കിട്ടുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇത് എവിടെ കാണും ഈ സൈക്കിളും കൺമണിയും വണ്ടിയൊക്കെ? എവിടെ കിടക്കണം അതിന് ചോദിക്കണം. അവിടെ കാണും. നാളെ ഏത് ഭാഗത്തേക്കാ നീ? നാളെ ഇളന്തേശം റൂട്ടാണ്. ഇളന്തേശം റൂട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിക്കാൻ കാശില്ല. ആരോടെയും മേടിക്കണം. പൈൻറ്റ് മേടിച്ചോ? പൈൻറ്റ് മേടിക്കാനുള്ള കാശുണ്ടായിരുന്നു. പൈൻറ്റ് മേടിച്ച് കുടിച്ചു. പൈൻറ്റ് മേടിച്ചു കുടിച്ചു. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? ഫുഡ് കഴിക്കാൻ പോയേക്കാം. അപ്പോൾ അടുത്തുള്ളവർക്ക് നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടോ? വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്കൊരൊറ്റ കാര്യമാണുള്ളൂ. എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ തരിക, വല്ല പണിയും തരാണ്ടെങ്കിൽ തരിക, അത്രയേ ഉള്ളൂ. നമ്മൾ ഹാപ്പി. കൺമണി ഹാപ്പി. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിനെ നനയാതെ എങ്ങനെ കൊണ്ടു നടക്കണം? മഴ പെയ്യുമ്പോൾ നനയാണ്ട്. മഴ പെയ്യുമ്പോൾ ഞാൻ പോകില്ല. എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കും. ഇങ്ങനെ ഏതെങ്കിലും കടത്തിൻ്റെ കയറി പോകും. മഴ കഴിയുമ്പോൾ ഞങ്ങൾ പോകും. ഹാപ്പി ആയിട്ട്. ഹാപ്പി ഹാപ്പി.